മഹാനടൻ മോഹൻലാലിന്റെ പലതരം ആരാധകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത്തരം ഒരു കടുത്ത ആരാധനയുള്ള ഒരു നടിയെ കാണുന്നത് അപൂർവമാണ്. തന്റെ കുട്ടിക്കാലം മുതൽ ഈ പ്രായം വരെ മോഹൻലാൽ എന്ന നടൻ തന്നെ എങ്ങനെയാണ് സ്വാധീനിച്ചിരിക്കുന്നത് എന്ന് വിശദമാക്കിയിട്ടുള്ള നടി ലക്ഷ്മിപ്രിയയുടെ കുറിപ്പ് വൈറലായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ആ പോസ്റ്റിന് താഴെ വളരെ മോശം രീതിയിലാണ് ആളുകളുടെ കമന്റുകൾ വന്നിരിക്കുന്നത്. തനിക്കെതിരായ പ്രതികരണങ്ങളിൽ വീണ്ടും മറുപടിയുമായി ലക്ഷ്മിപ്രിയ രംഗത്ത് വന്നു കഴിഞ്ഞു. അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നഖം മോഹൻലാലിൻ്റെതാണ്. അത്രയധികം ആരാധനയും സ്നേഹവും ബഹുമാനവും എനിക്ക് അദ്ദേഹത്തോട് ഉണ്ട് എന്നായിരുന്നു ലക്ഷ്മിയുടെ മറുപടി. എന്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുമായി ഞാൻ ജീവിച്ചു പൊയ്ക്കോട്ടെ. ദയവായി ചുറ്റിനുമുള്ളവർ നിങ്ങളുടെ കാലിൽ ചെരുപ്പാകണോ എന്ന് വാശി പിടിക്കരുത്. അവർക്ക് അനുയോജ്യമായ ചെരുപ്പിട്ട് യാത്ര തുടരട്ടെ. അതിനവരെ അനുവദിക്കൂ. കടലും ആനയും മോഹൻലാലും മലയാളിക്ക് എന്നും വിസ്മയമാണെന്നും അദ്ദേഹം അവതരിച്ച കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞതാണ് വലിയ ഭാഗ്യമെന്നും ലക്ഷ്മിപ്രിയ തന്റെ വൈറൽ പോസ്റ്റിൽ പറഞ്ഞിരുന്നു. മോഹൻലാൽ എന്ന നടനെ ഈ ലോകത്തെ മികച്ച അഭിനേതാവ് നൽകുന്ന സകലമാന പുരസ്കാരങ്ങളും ആ കാഴ്ചവട്ടിൽ വെച്ച് നമസ്കരിച്ചാലും അതിൽ അതിശയോക്തി ഒന്നും തന്നെയില്ല. അതെല്ലാം അദ്ദേഹം അർഹിക്കുന്നു. എന്നിട്ടും രണ്ടുപേരി കുറിക്കാൻ എന്തേ വൈകി എന്ന് ചോദിച്ചാൽ, നിറഞ്ഞ കുടത്തെപ്പറ്റി, നിറഞ്ഞു കത്തുന്ന നിലവിളക്കിനെ പറ്റി, കത്തുന്ന സൂര്യനെ പറ്റി ഞാൻ എന്താണ് എഴുതേണ്ടത്? ഞാൻ കണ്ട് ആസ്വദിക്കുകയായിരുന്നു, അദ്ദേഹത്തെ കേട്ട് ആസ്വദിക്കുകയായിരുന്നു. അദ്ദേഹം ഈ പുരസ്കാരത്തെ എങ്ങനെ കാണുന്നു എന്ന്, അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും എന്താണ് പറയുന്നതെന്ന് ഓരോന്ന് കണ്ടും കേട്ടും പ്രാർത്ഥിക്കുകയായിരുന്നു. മോഹൻലാലിനൊപ്പം വളർന്നു വലുതായ ബാല്യകൗമാരങ്ങളാണ് നമ്മുടേത്. അദ്ദേഹത്തിന്റെ ആദ്യം കണ്ട ചിത്രം അദ്വൈതമാണ്. എന്നിലെ ബാലികയെ അത്ഭുതപ്പെടുത്തി താടിയും അല്പം തടിയുമായി ആനന്ദ നടനം ആടി എന്ന നൃത്തമാണ്. പിന്നെ ഞാൻ അയാളെ കണ്ടത് വിഷ്ണുലോകത്തിലെ സൈക്കിൾ യജ്ഞക്കാരനായിട്ടാണ്. പിന്നെ ആ കുട്ടികളെ കൊല്ലുമ്പോൾ ആ ചിരി ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. അയാൾ പാടുമ്പോൾ മറ്റൊരാൾ അയാൾക്ക് വേണ്ടി പാടിയതാണെന്ന് എനിക്ക് തോന്നിയതേയില്ല. പിന്നെയും അയാളെ കണ്ടു. അച്ഛനെ തല്ലുന്നത് കണ്ട് പോലീസുകാരനാകാൻ കാത്തിരുന്ന മകൻ തെരുവ് കൊണ്ടയായി. അങ്ങനെ അങ്ങനെ എത്രയോ വട്ടം ഏതൊക്കെ വേഷങ്ങളിൽ നമ്മൾ അയാളെ കണ്ടിരിക്കുന്നു. അയാൾ ഒരു അത്ഭുതമാണെന്നും അതൊരു മനുഷ്യനല്ല, ഒരു വിദ്യാധരൻ മനുഷ്യവേഷത്തിൽ വന്നതാണ് നമ്മെ വിസ്മയിപ്പിക്കാൻ എന്ന് എനിക്ക് മനസ്സിലായത് വാനപ്രസ്ഥം കണ്ടപ്പോഴാണ്. കഥകളെ അഭ്യസിക്കാത്ത ഒരാൾ ഈ വേഷം ചെയ്യണമെങ്കിൽ അത് മനുഷ്യനാകാൻ യാതൊരു സാധ്യതയുമില്ല. പൂതനയായി ഉണ്ണിക്ക് പാല് കൊടുക്കാനും കണ്ണും മൂക്കുമൊക്കെ വിറപ്പിച്ച് അങ്ങനെ തന്നെ മരിച്ചു വീഴാനും ഒരാൾക്ക് കഴിയണമെങ്കിൽ, കഥകളി പഠിക്കാത്ത ഒരാൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അത് മനുഷ്യനെ ആകാൻ നിവൃത്തിയില്ല. ഹൊഗനക്കൽ കാട്ടിൽ അദ്ദേഹം വെട്ടിക്കളഞ്ഞ നഖം പോലും ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചു എന്ന് പറയുമ്പോൾ ഊഹിക്കാമല്ലോ എനിക്ക് അദ്ദേഹം എത്രമാത്രം ആരാധന അദ്ദേഹത്തോടുണ്ട് എന്ന്. എന്റെ ഹൃദയസ്പന്ദനമാണ് സിനിമ എന്ന് പറഞ്ഞ മഹാവിസ്മയമാണ് അദ്ദേഹം. നാം അതിനെ എന്റെ എന്ന് ചേർത്ത് വെച്ച് എന്റെ ലാലേട്ടൻ എന്ന് സംബോധന ചെയ്യുന്നു. ലക്ഷ്മിപ്രിയ പറഞ്ഞു നിർത്തി.